ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ദാ മോള് കുറേ ദിവസമായി പറയണു അവൾക്കൊരു ടെൻ്റ് ഹൗസ് വാങ്ങണം 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 എന്ന്. അപ്പോൾ ഇന്നലെ ആയിരുന്നു കേട്ടോ വന്നിരുന്നത്. അപ്പോൾ ഞങ്ങളത് നോക്കയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് ഇതൊക്കെ നോക്കാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു റേറ്റ് ഒരു 800 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒരു പിങ്ക് കളറുള്ള യൂണിക്കോണിൻ്റെ ഒരു ടെൻ്റ് ഹൗസ് ആണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനും മോളൊന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിലൊരു പിക്ചർ ഉണ്ട്, ആ പിക്ചറിനനുസരിച്ച് നമുക്കത് ചെയ്യാം ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ കളറുകൾ ഏകദേശം സെയിം കളറുകൾ, ആ ബ്ലൂ 2 സൈസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, എങ്ങനെ ഞാനും മോളും എത്ര ശ്രമിച്ചിട്ടും ശരിയാവുന്നില്ല. അതുപോലെ തന്നെ കറക്റ്റ് വെക്കുന്നുണ്ട്, പക്ഷെ സൈസ് പിന്നെ പറ്റ ചെറുതാവുകയാണ്. അതിൽ ഇരിക്കാൻ പാകത്തിനും കൂടി ആവുന്നില്ല. പിന്നെ കുറച്ച് വലിയതാക്കിയൊക്കെ നോക്കുന്നുണ്ട്, അപ്പോഴും ശരിയാവുന്നില്ല കേട്ടോ. മോളെ അച്ഛനാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ ഇങ്ങനെ കുറേ നേരം പറയുന്നത് ഒന്ന് ശരിയാക്കി അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കെന്നത് വായിക്കുന്നില്ല. കുറേ നേരമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് നല്ല ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അച്ഛൻ പുറത്തു പോയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോന്ന് വെച്ച് നോക്കണുണ്ട്, പക്ഷെ എങ്ങാനും സെറ്റ് ആവുന്നില്ല കേട്ടോ. അങ്ങനെ ഓരോന്ന് കാണിച്ച് അങ്ങനെ അട്ടായി എന്ന് പറയാം. അപ്പൊ ഞങ്ങളിത് പിന്നെ ഇത് ഒരുപാട് പ്രാവശ്യം, ഒരു 3-4 പ്രാവശ്യം ഞങ്ങൾ ഊരി ഇട്ട് നിന്നു കേട്ടോ. കാരണം ഇത് ശരിയാവുന്നില്ലേ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് മോളുടെ അച്ഛൻ വന്നപ്പോൾ ഇതാ മോളും മോളുടെ അച്ഛനും കൂടി സെറ്റാക്കാൻ നോക്കുകയാണ് കേട്ടോ. കാരണം എനിക്കിതിന്റെ ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതെന്ത് ഞാൻ പറഞ്ഞല്ലോ, ആ ബ്ലൂ കളറ് 2 സൈസാണ് ഉള്ളത്. കുറച്ച് സ്മോൾ സൈസും പിന്നെ 2 ആയിട്ടാണ് വലിയ സൈസ്. ഇതെവിടെ വെക്കണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ ഏട്ടനും ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കാരണം ഇത് കളറ് സെയിം ആയതുകൊണ്ട് തന്നെ. പിന്നെ മനസ്സിലായി കേട്ടോ. പിന്നെ അങ്ങനെ ഓരോന്ന് പെട്ടെന്ന് ശരിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർ ശരിയാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ വീഡിയോ എടുക്കാം, ഏട്ടൻ മോളും കൂടി ശരിയാക്കി കൂടി പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയിട്ടോ. കാരണം എനിക്കിപ്പോഴൊന്ന് റിലാക്സ് ആയത്. കാരണം ചെറിയൊരു ടെൻ്റ് ഹൗസ് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതും കൊണ്ട് ഞാൻ കുറേ നേരമായിട്ട് കുടുങ്ങി നിൽക്കായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ അവർ ശരിയാക്കുന്നുണ്ട്. ഏകദേശം സെറ്റായി, എങ്ങനെ വെക്കേണ്ടതെന്നൊക്കെ മനസ്സിലായി. പിന്നെ അതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉൾഭാഗമൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു ടെൻറ്റിൻ്റെ ആ കവറും കൂടി മോൾ ഭാഗത്ത് ഇട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം കേട്ടോ. കാരണം മോളെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ എനിക്ക് അത് മതി കേട്ടോ. എൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു ഇത് വെച്ചപ്പോൾ എനിക്ക് ഫൈനലി നല്ല ഹാപ്പി ആയിട്ടോ. കാരണം ഇത് ശരിയാവൂലേ ഒക്കെ വിചാരിച്ചിട്ട് ഞാൻ. കാരണം അവളിങ്ങനെ പറയുണ്ടായിരുന്നു, ഇതെന്തമ്മ അവൾക്കാണെങ്കിൽ ഇങ്ങനെ കുറേ ആഗ്രഹിച്ചിട്ട് കിട്ടിയതല്ലേ, അപ്പോൾ ശരിയാവൂലേ എന്നൊക്കെ തോന്നിയിട്ട് എനിക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അപ്പം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതൊരു എലാസ്റ്റിക് ടൈപ്പാണ് അടിഭാഗത്ത്. അപ്പം അടിഭാഗം ആ ഒരു കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടി ഒരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒന്ന് ടൈറ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞത് അവിടെ നമുക്ക് ഫ്രണ്ട് ഭാഗം ഒരു വൈറ്റ് കളർ നെറ്റാണ്. ഇത് നമുക്ക് കെട്ടിവെക്കാനും അയച്ചിടാൻ പാകത്തിനുള്ള ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ രണ്ടൊരു ഇത് മാത്രം ഉള്ളത്തെ ആ ഒരു കമ്പിയും അതുപോലെ തന്നെ അത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ. അത് വലിയ സുഖവും കാര്യങ്ങളും ഉറപ്പൊന്നുമില്ല. പിന്നെ ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, ഈ ഒരു കവർ, ടെൻ്റ് ഹൗസിൻ്റെ ഈ ഒരു കവർ അടിപൊളിയാണ് കേട്ടോ. കാരണം ഒരു രക്ഷയല്ല, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അപ്പം അങ്ങനെ ഫൈനലി ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഉൾഭാഗത്ത് ബെഡും അതേപോലെ തന്നെ തലയോണ സൈസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. അതൊക്കെ പിന്നെ ഞാൻ വെച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പം അവള് ഉള്ളിൽ കയറിയൊക്കെ നിന്ന് നോക്കുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ മോള് കയറി
ഇതാക്കിട്ടോ. പിന്നെ ഞങ്ങൾ റൂമിലായിരുന്നു ഇത് സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് പിന്നെ ഇത് റൂമിലേക്ക് തന്നെ കൊണ്ടുവന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ എന്താ നല്ല ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത്, അടിഭാഗത്തൊന്നും ഇല്ലല്ലോ, അപ്പം നല്ല ബെഡ്ഷീറ്റും കാര്യങ്ങളും വെച്ച് കൊടുത്ത്, പിന്നെ 2 തലയണ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ടെഡി ബിയേഴ്സും കാര്യങ്ങളും കുറച്ച് ഐറ്റംസുകളൊക്കെ ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഫൈനലി മോള് അതിൻ്റെ ഉള്ളിൽ കയറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഹാപ്പിയായി, മോൾക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. കാരണം ഒക്കെ ഇപ്പോഴാണ് സമാധാനമായത്. ഇത് ശരിയാവില്ലേ വിചാരിച്ച് കുറേ ടെൻഷൻ അടിച്ചിട്ടോ മോളും ഞാനും ഒക്കെ. കാരണം ഇത് വാങ്ങി കയ്യിൽ കിട്ടിയിട്ട് ശരിയാവൂലേ എന്നൊക്കെ വിചാരിച്ചിട്ടേ. കാരണം ഇത് കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷെ ഇതിൻ്റെ ഇത് കുറച്ച് വെക്കാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. നേട്ടം വന്നപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഇത് നമുക്ക് മനസ്സിലായത്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കളറുകളൊക്കെ സെയിം ആയതുകൊണ്ട് നമുക്കിതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഇതാ ഫൈനലി മോള് അവളുടെ കുട്ടീസിനെയൊക്കെ കൊണ്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇവിടെ എത്തുള്ളൂ. ബൈ.